ഹായ് ഗൈസ്, ഞാൻ വന്നേക്കണ ഒരു ചെറിയ മേക്കപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കണത് ഒരു ഫേസ് വാഷാണ്, മമ്മാരത്തിൻ്റെ. ഫേസ് വാഷ് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണുകാർക്കും നല്ലതാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിൽ പോലെ തന്നെ നമ്മുടെ നെക്കിലും ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇത് ലാക്മേയുടെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ആദ്യം നമ്മൾ ലാക്മേയുടെ ഒരു സൺസ്ക്രീൻ ആട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫേസിലും നെക്കിലും ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോണത് പോൺസിൻ്റെ മോയ്സ്ചറൈസ് ക്രീമാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോണ പോൺസിൻ്റെ തന്നെ വൈറ്റ് ബ്യൂട്ടിയുടെ ക്രീമാണ്. അടുത്ത ഞാനിപ്പോൾ എടുത്തേക്കണ ഫൗണ്ടേഷനാണ് കേട്ടോ. ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇതിപ്പോൾ എൻ്റെ സ്കിൻ ചേരുന്ന കളറാട്ടോ ഞാൻ എടുത്തേക്കണത്. ഷെയ്ഡ് നമ്മൾ കുറേ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ കയ്യിലൊന്ന് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ഈ ഷെയ്ഡൊക്കെ എടുക്കാൻ വേണ്ട. ഓരോരുത്തരുടെ സ്കിന്നിന് ഓരോ ഷെയ്ഡായിരിക്കും യോജിക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ ജസ്റ്റ് കയ്യിലൊന്ന് യൂസ് ചെയ്യാൻ നോക്കിയിട്ട് വേണം മേടിക്കാൻ കേട്ടോ. ഇത് നമ്മൾ കൈ കൊണ്ട് ചെയ്യണ്ട കേട്ടോ. കൈ കൊണ്ട് ചെയ്യണേക്കാളും നല്ലത് നമ്മളൊരു സ്പോഞ്ച് യൂസ് ചെയ്ത് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടോ. നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡാസ്ലറിൻ്റെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഞാൻ എടുത്തേക്കണ മാക്കിൻ്റെ കാജലാണ് കേട്ടോ.
അടുത്തിട്ട് ഞാൻ എടുത്തേക്കണത് ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ് കേട്ടോ. അടുത്ത ഞാൻ എടുത്തേക്കണത് സ്വിഗ്ഗിൻ്റെ ബ്യൂട്ടി ബോൾഡ് ലിപ് ലൈനറാണേ. അത്യാവശ്യം നല്ല കേട്ടോ. ഞാൻ എൻ്റെ വേറൊരു ഇത് നമ്മുടെ ഡാസില്ലാറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് അത്യാവശ്യം നല്ല കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കാട്ടോ. ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ്. ഇത് ഐടെക്സിൻ്റെ റെഡ് കളറിലെ ഒരു പൊട്ടാണ് കേട്ടോ. ഇതിൻ്റെ വലിയ സൈസ് ചെറിയ സൈസൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു സൈസാട്ടോ എപ്പോഴും തൊടുന്നത്. ഇനി നമ്മൾ ഒരു കോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തീരെ ചെറിയൊരു കോമ്പ എടുത്തേക്കണം കേട്ടോ. കാരണം നമുക്ക് ഹെയർ കെട്ടുമ്പോഴേക്കും ചെറിയ കോമ്പ നല്ലത്, അല്ലെങ്കിൽ നമുക്ക് മുടി ഉടയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കംഫർട്ടബിൾ ചെറിയ കോമ്പ കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ വിഷു ഔട്ട്ഫിറ്റിൽ ചേരുന്ന ഒരു രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലാട്ടോ ഞാൻ കൊണ്ടുവന്നേക്കണം. ട്വിസ്റ്റ് ചെയ്ത് കെട്ടാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ലൂസാക്കി വേണം ട്വിസ്റ്റ് ചെയ്യാൻ കേട്ടോ. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയൊരു ക്ലിപ്പ് വെച്ച് അത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. രണ്ട് സൈഡും ഒരുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ മുടി കെട്ടുമ്പോഴേക്കും നമ്മുടെ തലയിൽ ചടയെല്ലാം തീർക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കോമ്പ് അതിൽ കുടുങ്ങും. അപ്പോൾ പിന്നെ പ്രശ്നമാണ്. നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ ജസ്റ്റ് പൊങ്ങിയൊക്കെ വരും കേട്ടോ. കാണാമല്ലോ അല്ലേ നിങ്ങൾക്കൊക്കെ. അടുത്തത് നമ്മുടെ മുല്ലപ്പ് വയ്ക്കാൻ പോകട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുഴം മുല്ലപ്പ് മേടിച്ചിട്ടുണ്ടേ. അത് ഞാൻ എങ്ങനെ വെക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകട്ടോ. എത്ര മുഴം എടുക്കുന്നോ അതനുസരിച്ച് ഇത് ചുറ്റി കൊടുക്കുക. ഞാൻ 3 മുഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ബാക്ക് പോർഷൻ വെക്കുന്ന വീഡിയോ നന്നായിട്ട് ക്ലിയർ ആണോ എന്നറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോർഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഫൈനൽ ഇതാണ്. ഞാൻ എൻ്റെ ഉടുപ്പിന് ചേർന്ന ഒരു കുപ്പിയോള കേട്ടോ എടുത്തേക്കണത്. പിന്നെ ഒരു മെറ്റലിൻ്റെ എൻ്റെ ഉടുപ്പിന് ചേർന്ന കുപ്പിവള കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സ്കേർട്ടിനോട് കുപ്പിവളയാനായിട്ട് ഇഷ്ടം.
പിന്നെ ഞാൻ മെറ്റലിൻ്റെ ഒരു നെക്ലസ് ആട്ടോ എടുത്തേക്കണത്. പിന്നെ ഞാൻ താറാക്കോട്ടയുടെ ഒരു ജിമിക്കായിട്ട് എടുത്തേക്കണം. എനിക്ക് ജിമിക്ക് ഇടുന്നതായിട്ട് ഇഷ്ടം. ജിമിക്കാണ് നമ്മളിങ്ങനെ സ്കേർട്ട് ടോപ്പിൻ്റെ കൂടെ ഇച്ചിരി എലഗൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അതാണ് ഞാൻ ജിമിക്കാട്ടോ ചൂസ് ചെയ്തത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ ഗായ്സ്.